പാതിരാവുകളിൽ എല്ലാവരും ഗാഢമായ നിദ്രയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വുളു എടുത്ത് വീട്ടുകാരാരെയും വിളിച്ചുണർത്താതെ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് വല്ല വരാന്തയിലോ ബെഡ്റൂമിലോ നിങ്ങളുടെ അടുക്കളയിലെങ്കിലോ പോലും ഒരു മുസല്ല വിരിച്ച് ഖിബിലയിലേക്ക് തിരിഞ്ഞ് ഉറങ്ങുന്ന ഒരാളെയും ബുദ്ധിമുട്ടാക്കാതെ ഒച്ച വെച്ചോതാതെ നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് എഴുന്നേറ്റിരുന്ന് നിസ്കരിക്കുന്നതിന്റെ ഒരു മാധുര്യമുണ്ട്. ആ മധുരമറിഞ്ഞവരാരും തഹജ്ജുദ് ഒഴിവാക്കൂല. ആ മധുരമറിഞ്ഞവരാർക്കും അതൊഴിവാക്കാൻ കഴിയൂല. ആ മധുരം അല്ലാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ്. അൽ ഉൻസു ബില്ലാഹ്. മധുരങ്ങളിൽ, ആനന്ദങ്ങളിൽ ഏറ്റവും വലിയ ആനന്ദം ഏതാണെന്ന് അന്വേഷിച്ചു നടക്കുന്നവരെ, അത് മദ്യപാനത്തിലുണ്ടോ? ആ ആനന്ദം ലഹരിയിലുണ്ടോ? ആ ആനന്ദം വ്യഭിചാരത്തിലുണ്ടോ? തിന്മകളിലുണ്ടോ? സിനിമ കാണുന്നിടത്തുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്ന, നിങ്ങൾ അനുഭവിക്കുന്ന ഈ ആനന്ദങ്ങളെക്കാളും 10 മടങ്ങ് ആനന്ദമാണ് പാതിരാവിന്റെ നിശബ്ദതയിൽ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ വീണ് സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി എന്ന് സുജൂദിൽ കടന്ന് പറയുന്ന ആ ഒരു തസ്ബീഹിന് കിട്ടുന്ന മധുരം ലോകത്തെ ഒരു തിന്മയിൽ നിന്നും കിട്ടില്ല. മുഅ്മിനെ കിട്ടില്ല, സഹോദര കിട്ടില്ല, പെങ്ങളെ കിട്ടില്ല, വിദ്യാർത്ഥിനികളെ. ആനന്ദം ആത്മാവിന്റെ ആനന്ദമാണ്. അത് അല്ലാഹുവിനോട് നമ്മൾ മനസ്സ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആനന്ദമാണ്. ഇബാദത്തിന്റെ, പ്രാർത്ഥനയുടെ ആനന്ദം. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി സാജിദൻ വഖായിമാ, രാത്രിയുടെ ഇരുട്ടറകളിൽ നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും സുജൂദിൽ കിടന്നുകൊണ്ടും യഹ്ദറുൽ ആഖിറത വയർജൂ റഹ്മത റബ്ബി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇറങ്ങിയ ആയത്താണത്രേ. രാത്രികാലം ഖുർആൻ ഓതി നിൽക്കുകയും നിസ്കരിക്കുകയും സുജൂദ് ചെയ്യുകയും ചെയ്തിട്ട് ആഖിറത്തെ പേടിക്കുകയും അല്ലാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുകയും ചെയ്ത് പാതിരാവിൽ നിസ്കരിക്കുന്ന ആളും അങ്ങനത്തെ ഒരു നന്മയും ചെയ്യാതെ കിടന്നുറങ്ങി കാലം കഴിക്കുന്നവനും ഒരുപോലെയാണോ? ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? ഇത് റിട്ടോറിക് ക്വസ്റ്റ്യൻ ആണെന്ന് പറയും. ഉത്തരം വ്യക്തമാണ്, അല്ല. ഇങ്ങനെ പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടുന്നൊരു മുഅ്മിനും കളി കണ്ടുകൊണ്ടോ സിനിമ കണ്ടുകൊണ്ടോ വെറുതെ റീലുകൾ കണ്ടുകൊണ്ടോ വെറുതെ യൂട്യൂബിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടോ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് വല്ലതും നോക്കിക്കണ്ടുകൊണ്ടോ സമയം കളയുന്നവനും ഖുർആനോദി തസ്ബീഹ് ചൊല്ലി ഇസ്തിഗ്ഫാർ ചൊല്ലി അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനീ വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅത്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരു മനുഷ്യൻ ചൊല്ലിയാൽ നേരം വെളുക്കുമ്പോൾ മരിച്ചാൽ അവർക്ക് സ്വർഗ്ഗമാണത്രേ ഉറപ്പ്. സുബഹി കഴിഞ്ഞ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന ഈ ദുആ ചൊല്ലിയാൽ മഗ്രിബിന്റെ മുമ്പ് മരിച്ചാൽ സ്വർഗ്ഗം ഉറപ്പാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞ ഹദീസാണിത്. അത് ചൊല്ലുന്നവരും മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, നമ്മുടെ അങ്ങാടികളുടെ തെരുവുകളിൽ, നമ്മുടെ റെസ്റ്റോറന്റുകളിൽ, പാതിരാ സമയങ്ങളിൽ തെരുവുകളിൽ കറങ്ങി നടക്കുന്നവരും മുസല്ല വിരിച്ച് മുസല്ലയിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. ലഹരിയടിച്ച് മദ്യപിച്ച് ബോധമില്ലാതെ റോഡരികിൽ കറങ്ങി നടക്കുന്നവനും അല്ലാഹുവിനെ പേടിച്ച് മുസല്ല വിരിച്ച് വുദു എടുത്ത് പാതിരാവിൽ നിസ്കരിക്കുന്ന മക്കളും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി സാജിദൻ വഖായിമാ യഹ്ദറുൽ ആഖിറത വയർജൂ റഹ്മത റബ്ബിഹി. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുന്നവരും പടച്ചവൻ തന്നെ ഇല്ല എന്ന് പറഞ്ഞ് റബ്ബിനെ ചാലഞ്ച് ചെയ്യുന്നവരും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ആനന്ദമറിയുന്ന ഒരാളും ആ സുജൂദ് അവർക്ക് ഒഴിവാക്കാൻ കഴിയില്ല, പ്രാർത്ഥന ഒഴിവാക്കാൻ കഴിയില്ല. ആത്മാവും ശരീരവും നൽകിയിട്ട് അല്ലാഹു മനുഷ്യനെ പടച്ചത്. ആ ആത്മാവ് ശരീരത്തിന് വലിച്ചെടുക്കുമ്പോഴാണ് മരിച്ചു എന്ന് പറയാ. അതുകൊണ്ട് ശരീരത്തെ ആനന്ദിപ്പിച്ചത് കൊണ്ട് മാത്രം ആനന്ദമാവില്ല.
ആത്മാവിനെ കൂടെ ആനന്ദിപ്പിക്കണം. ആത്മാവിന്റെ ആനന്ദം അതിന്റെ സട്ടാവുമായി ബന്ധപ്പെടുമ്പോഴാണ് ആ ആനന്ദമാണ് ഇബാദത്തിലൂടെ, ആരാധനയിലൂടെ ലഭിക്കുന്നത്. അതുകൊണ്ടൊരു വിശ്വാസിയുടെ മനസ്സമാധാനം ഒരിക്കലും വിശ്വാസിയല്ലാത്തവർക്ക് ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ